Meet the editors. ആശങ്കയാകുന്നു എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഡൽഹിയിലെ ഐക്യകാഹളത്തിനു ശേഷം കോൺഗ്രസ് പൊതുവെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പോഴും ഘടകകക്ഷികൾ ചില ആശങ്കകൾ അറിയിച്ചിരുന്നു. പലതവണ ഹൈക്കമാൻഡിന് ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതാണ്. ദീപദാസ് മുൻഷിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് ഈ ഐക്യകാഹളത്തിന് ശേഷമാണ് എന്നുള്ളത് കൊണ്ട് വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ലീഗും RSP ആണെങ്കിലും ശരി, കേരള കോൺഗ്രസ് ജോസഫ് ആണെങ്കിലും ശരി, ദീപദാസ് മുൻഷിയെ കാണാൻ ഒരുങ്ങുന്നത്. ആശങ്കയാകുന്നോ ദീപദാസ് മുൻഷിയെ കണ്ടിട്ട്? ആശങ്ക അകന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്ന് മാത്രവുമല്ല, ഇന്നലെയും ഇന്നുമായി നടന്ന യോഗങ്ങളിൽ ആശങ്കകൾ ഉന്നയിക്കപ്പെടുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. ശക്തമായ ചില ആശങ്കകളാണ് ദീപദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഘടകകക്ഷി നേതാക്കളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ലീഗിൻ്റെ ചില വിമർശനങ്ങളാണ്. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയാണ് ദീപദാസ് മുൻഷിയുമായിട്ട് ചർച്ച നടത്തിയത്. ആ കൂടിക്കാഴ്ച ആകെ 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 3 കാര്യങ്ങളാണ് ലീഗ് അഥവാ കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ ആവശ്യങ്ങളായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആവശ്യമെന്ന് പറയുന്നത് കോൺഗ്രസിൽ ഐക്യമുണ്ടാകണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ആവശ്യം കോൺഗ്രസിൽ ഐക്യമുണ്ടാകണം എന്നുള്ളതാണ്. കോൺഗ്രസിൽ ഐക്യമുണ്ടാകണം എന്നൊരു ഘടകകക്ഷി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസിൽ ഐക്യമില്ല എന്നുള്ളതല്ലേ? അത് വളരെ ശക്തമായൊരു ആശങ്കയല്ലേ? രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. മുന്നണിയുടെ കെട്ടുറപ്പ് കോൺഗ്രസ് ഉറപ്പാക്കണം എന്നാണ് ലീഗ് പറയുന്നത്. മുന്നണിയുടെ കെട്ടുറപ്പ് കോൺഗ്രസ് ഉറപ്പാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോൺഗ്രസ് ആദ്യം ശക്തമായി നിൽക്കണം, അല്ലേ? ശക്തമായി നിൽക്കുന്ന കോൺഗ്രസിൽ വിശ്വസിച്ചുകൊണ്ടേ ആ മുന്നണിയിൽ UDFലും മറ്റ് ഘടകകക്ഷികൾക്ക് തുടരാൻ കഴിയുള്ളൂ. ശക്തമല്ലാത്തൊരു കോൺഗ്രസ് അഥവാ അനൈക്യപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് നിശ്ചയമായും മുന്നണി ഘടകകക്ഷികൾക്കൊരു പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് UDF എന്ന് പറയുന്ന മുന്നണി. ആ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇനി ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങാൻ കഴിയില്ല. പരാജയപ്പെട്ടാൽ നിലനിൽപ്പില്ലാത്ത ഈർക്കിലി പാർട്ടികളാണ് ഭൂരിഭാഗവും. അപ്പോൾ അവരൊക്കെ ചേരിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസ് മുന്നണിയുടെ കെട്ടുറപ്പ് ഉറപ്പാക്കണമെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ വലിയ ഉത്തരവാദിത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് അവസാനത്തെ പ്രശ്നമായിട്ടും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറണം. അപ്പോൾ യഥാർത്ഥത്തിൽ ആശങ്കകൾ ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ അഭിപ്രായങ്ങൾ തന്നെയാണെന്നേ CMP പറഞ്ഞിട്ടുള്ളത്, RSP പറഞ്ഞിട്ടുള്ളത്, കേരള കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്, മറ്റ് ചെറിയ പാർട്ടികൾ പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിലെ അനൈക്യം തന്നെയാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 28 ഒരു വലിയ യോഗം AICC ആസ്ഥാനത്ത് കോൺഗ്രസ് കൂടിയല്ലോ. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നടത്തിയൊരു യോഗമാണ്. ആ യോഗത്തിൻ്റെ ആ യോഗത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ആ യോഗത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാർട്ടിയിൽ ഐക്യമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു, അല്ലെ? ഒറ്റ അജണ്ടയുടെ മേലിലാണ് ആ യോഗം നടന്നത്. 25ഓളം പ്രമുഖരായ നേതാക്കൾ ഡൽഹിക്ക് വിളിച്ചു വരുത്തിയിട്ടാണല്ലോ ആ യോഗം നടത്തിയത്. ആകപ്പാടെ K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മാത്രമാണ് പങ്കെടുക്കാറുള്ളത്. ബാക്കി എല്ലാ പ്രമുഖരായ നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം, വിരുദ്ധാഭിപ്രായങ്ങൾ പറയരുത്, വിവാദ പ്രസ്താവനകൾ നടത്തരുത്. എന്നിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള KC വേണുഗോപാലും ദീപദാസ് മുൻഷിയും മാധ്യമങ്ങളോട് പറഞ്ഞ എന്താ? ഇവരെ ഞങ്ങൾ തക്ക നിലയ്ക്ക് ശാസിച്ചിട്ടുണ്ട്, ശക്തമായിട്ടുള്ള താക്കീത് നൽകിയിട്ടുണ്ട്. ഇത് പരസ്യമായിട്ട് പറയുകയാണ്. ഒരു പാർട്ടിക്കകത്ത പടലപ്പിണക്കങ്ങളെക്കുറിച്ച് പുറപ്പുറത്ത് നിന്ന് വിളിച്ചു പറയുന്നത് പോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്നിട്ട് സവിസ്തരം പറയുകയാണ്. ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരുമിച്ച് നിൽക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മാധ്യമങ്ങളോട് അത് അവർക്ക് പരസ്യമായി പറയേണ്ടി വന്നത്. കാരണം ഇവിടുത്തെ ഈ പറയുന്ന കൂട്ടയടി നിസ്സംഗമായി കണ്ടുകൊണ്ടിരിക്കുകയല്ല ഹൈക്കമാൻഡ്. ഞങ്ങൾ ശക്തമായി ഇടപെട്ടിരിക്കുന്നു എന്ന് പാർട്ടി പ്രവർത്തകർക്ക്, അണികൾക്ക്, ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന അനുയായികൾക്ക് ഒരു സന്ദേശം നൽകാനാണ് ആ വാർത്താ സമ്മേളനത്തിലൂടെ അവർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ ഒരു കുളം കലക്കൽ ആ പാർട്ടിക്കുള്ളിൽ നടന്നിരുന്നു. അത് ഫെബ്രുവരി 28 യോഗത്തോടുകൂടി അവസാനിച്ചു. നമ്മളിപ്പോൾ കാണുന്നത് ഏറെക്കുറെ ഐക്യപ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് ആണ്. അതിനുശേഷം ഒരു 2ാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ യോഗം നടന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചില പാർട്ടികൾക്ക് സീറ്റുകൾ വരെ ആവശ്യപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പം അനൂപ് ജേക്കബിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, അവർ 3 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിറവും കൂടാതെ കുട്ടനാടും അതുപോലെ തന്നെ കോതമംഗലവും ലഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ CP ജോണിൻ്റെ പാർട്ടി CMPയും 3 സീറ്റുകൾ ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ CP ജോൺ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ പാർട്ടി ഇന്ന് ദീപദാസ് മുൻഷി അറിയിച്ചിട്ടുള്ളതെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2011 35 വർഷമായിട്ട് CMP എന്ന് പറയുന്ന പാർട്ടി UDFനോടൊപ്പം വളരെ ശക്തമായി നിൽക്കുകയാണ്. അവിടെ MVR ഒരിക്കൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിയായി എന്നുള്ള ഒഴിച്ചാൽ പിന്നെ ആ പാർട്ടിക്ക് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. 2011 കുന്നംകുളം മണ്ഡലത്തിൽ CP ജോൺ മത്സരിച്ചിട്ട് ബാബുവും പാലശ്ശേരിയോട്
തോക്കുന്ന എത്ര വോട്ടിനാണെന്നറിയാവോ? 481 വോട്ടിനാണ്. അന്ന് 2011 CPI ജയിച്ചാൽ മന്ത്രിയാണ്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാണ്. അപ്പോൾ അന്ന് ആ ദൗർഭാഗ്യമുണ്ടായ ആളാണ് CPI. പിന്നീട് അതേ മണ്ഡലത്തിൽ തന്നെ കുന്നംകുളത്ത് തന്നെ 2016 അദ്ദേഹം മത്സരിച്ചു. പക്ഷേ AC മൊയ്തീനാണ് ജയിച്ചു വന്നത് 7000 ഇഷ്ട വോട്ടിന്. 2021 ജോൺ മത്സരിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരക്ഷിതമായൊരു മണ്ഡലമില്ല, സുരക്ഷിതമായ മണ്ഡലം കിട്ടാത്ത സ്ഥിതിക്ക് മത്സരിക്കുന്നില്ല എന്ന നിലപാടാണ് ജോൺ എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം മണ്ഡലം തന്നെ കിട്ടണം എന്നുള്ളതാണ് ജോണിൻ്റെ ആവശ്യം. തിരുവനന്തപുരം എന്ന് പറയുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം VS ശിവകുമാർ മത്സരിച്ചിട്ട് ആന്റണി രാജുവിനോട് തോറ്റ മണ്ഡലമാണ്. പക്ഷേ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാട് CP ജോണിനോട് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്രാവശ്യം സുരക്ഷിതമായൊരു മണ്ഡലം ജോണിന് നൽകണം എന്നുള്ളൊരു നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളതെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഈ മുന്നണിയുടെ ഒരു വക്താവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ CP ജോൺ. അപ്പോൾ അദ്ദേഹം ജയിച്ചു വരേണ്ടത് ഒരാവശ്യമാണ് എന്നവർ കരുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലയ്ക്ക് സീറ്റുകളുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ട്. കൊല്ലവുമായി ബന്ധപ്പെട്ട് ദേവരായനൊരു ക്ലെയിം വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർവേഡ് ബ്ലോക്കിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലെയിം ഉണ്ടായിരുന്നു, കൊല്ലത്ത് ഞങ്ങൾക്ക് സീറ്റ് തരണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുത്ത സീറ്റ് ഏതാണെന്നറിയാമോ? ധർമ്മടമായിരുന്നു. പിണറായിക്കെതിരെ പോയി മത്സരിച്ചോളാൻ പറഞ്ഞു. അവർ മത്സരിച്ചില്ല. ഇപ്രാവശ്യം അവർ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കൊല്ലം സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന്. പക്ഷേ കൊല്ലം RSPയുടെ സീറ്റാണ്. അപ്പോൾ RSPയും ഇപ്രാവശ്യം വിജയസാധ്യതയുള്ള, കൊല്ലത്തിന് പുറമേ വിജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കണം എന്ന ആവശ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും ലീഗ് അക്കാര്യത്തിൽ വലിയ ക്ലെയിമൊന്നും വെക്കാൻ കാര്യമില്ല. കാരണം വെച്ചാൽ 27 സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ മത്സരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 3 സീറ്റ് കൂടുതൽ കൊടുത്തിരുന്നു. അപ്പോൾ 27-ന് പുറത്ത് അവർ വലിയ അവകാശവാദം ഉന്നയിക്കും എന്ന് വിചാരിക്കുന്നില്ല. കേരള കോൺഗ്രസ് ജോസഫിനും അങ്ങനെ വലിയ ആവശ്യങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റിലെങ്ങാണ്ടാണ് മത്സരിച്ചത്, 2 സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ സീറ്റ് ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സഖ്യകക്ഷികൾ ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കോൺഗ്രസ് പെർഫോം ചെയ്താൽ മാത്രമേ UDFന് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗാണ് 2 അക്കം കിട്ടുന്ന ഒരു പാർട്ടി. പിന്നെ അല്ലേ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 27 സീറ്റിൽ മത്സരിച്ചിട്ട് 15 സീറ്റിലാണ് വിജയിച്ചിട്ടുള്ളത്. ലീഗിൻ്റെ തന്നെ വിലയിരുത്തൽ 20 സീറ്റ് വരെ ഇപ്രാവശ്യം ലഭിക്കാം എന്നുള്ളതാണ്. 20 സീറ്റാണ് അവർ മാക്സിമം പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റുള്ള പാർട്ടികളാണല്ലോ നമ്മൾ നോക്കുന്നത്. 2 സീറ്റാണ് ജോസഫിനുള്ളത്. ഒരു സീറ്റ് പാലയിൽ നമ്മുടെ മാണി സി കാപ്പനുണ്ട്, പിറവത്ത് അനൂപ് ജേക്കബ് ഉണ്ട്, RMP വടകരയിലുണ്ട്. കഴിഞ്ഞല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 5 സീറ്റാണ് ബാക്കി പറയുന്ന സഖ്യകക്ഷികൾക്കൊക്കെ കൂടെ കിട്ടുന്നത്. അപ്പോൾ 25 സീറ്റാണ്. ഇതൊക്കെ നിലനിർത്തിയാൽ ഈ പറയുന്ന കണക്കുകളൊക്കെ ശരിയായാലും ഒരു 25 സീറ്റ് മുന്നണിയിലെ ഘടകകക്ഷികൾ കൊണ്ടുവരും. ബാക്കി 50 സീറ്റ്, 71 സീറ്റാണ്. പക്ഷേ കംഫർട്ടബിളായിട്ടൊന്ന് ഭരിക്കണമെങ്കിൽ 75 സീറ്റ് കുറഞ്ഞാൽ ശരിയാവില്ല, 80 സീറ്റ് വേണം. കാരണം വെച്ചാൽ ഈ 2011 സർക്കാരിനോട് എടുത്ത നിലപാട് 2025 26 ഇടതുപക്ഷം എടുക്കണമെന്നില്ല. അന്ന് UDF സർക്കാരിനെ താഴത്ത് വീഴ്ത്തേണ്ടെന്നുള്ള തീരുമാനമായിരുന്നു LDF എടുത്തിരുന്നത്. അവർ ആ ജനവിധി അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്, VS-ഉമായിട്ടുള്ള ഫൈറ്റും ഒക്കെ ഉണ്ട്. ഒരർത്ഥത്തിൽ തോറ്റു കൊടുത്തൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നല്ലോ ഒരർത്ഥത്തിൽ. അല്ലെങ്കിൽ അന്ന് തുടർഭരണം വരേണ്ടതാണ് 2011. ചില മണ്ഡലങ്ങളിലൊക്കെ വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റുകൾ തോറ്റുപോയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു 80 സീറ്റിന് മുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ കഴിയാത്ത പക്ഷം UDFന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട. പല തന്ത്രങ്ങളും 26 ആവിഷ്കരിക്കപ്പെടും. തുടർഭരണം ഉണ്ടാവുക എന്നുള്ളത് CPM-ൻ്റെ ഒരു തീരുമാനമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില ചരടുവലികളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് 55 സീറ്റ് വരണം. പിന്നെ ഈ 55 സീറ്റ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണെന്ന് അറിയാമോ? കോൺഗ്രസ് പാർട്ടിക്കാണ്. 21 സീറ്റ് അവരുടെ കയ്യിലുള്ളത്. ഞാനൊരു കണക്ക് നോക്കി, 3000 വോട്ടിന് താഴെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 3000 വോട്ടിന് തോറ്റിട്ടുള്ള കോൺഗ്രസ് മണ്ഡലങ്ങൾ നോക്കിയപ്പോഴത്തേക്കും 11 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. 11 മണ്ഡലങ്ങളിൽ 3000-ഓ 3000-ന് താഴെയോ ആണ് ഭൂരിപക്ഷം. അത് ഞാൻ പറഞ്ഞുതരാം. ആ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മലപ്പുറത്ത്, താനൂരും തവനൂരും മലപ്പുറത്ത്, അതുപോലെ തന്നെ പാലക്കാട് തൃത്താല, തൃശ്ശൂരൊക്കെ 941 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം പത്മജ വേണുഗോപാൽ തോറ്റുപോകുന്നത്. അതേപോലെ കുന്നത്തുനാട് സജീന്ദ്രൻ 2500 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തോറ്റുപോകുന്നത്. പീരുമേട് വാടൂർ സോമൻ ജയിക്കുന്നത് 1800 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. അതുപോലെ തന്നെ റാന്നി പ്രമോദ് നാരായണൻ, അടൂര് ചിറ്റയം ഗോപകുമാർ, അതുപോലെ തന്നെ ചവറയിൽ സുജിത് വിജയൻ പിള്ള, കൊല്ലത്ത് മുകേഷ് ബിന്ദു കൃഷ്ണയായിട്ട് വിജയിക്കുന്ന എത്ര വോട്ടിൻ്റെ വ്യത്യാസത്തിലാണെന്നറിയോ? 2500 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് വിജയിക്കുന്നത്. അതേപോലെ തന്നെയാണ് കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ്റെ നാട്. ഈ പറയുന്ന 11 മണ്ഡലങ്ങളിൽ 3000 വോട്ടിന് താഴെയാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. വേണമെങ്കിൽ പിടിക്കാവുന്ന മണ്ഡലം നമുക്ക് കണക്കാക്കാം, വെറുതെ കണക്ക് കൂട്ടാം. കാരണം വെച്ചാൽ 3000 എന്നൊക്കെ പറയുന്ന മാർജിൻ എന്ന് പറയുന്നത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു ഒരു നിയമസഭാ മണ്ഡലത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. 21 സീറ്റുകൾ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് പിന്നെ പിടിക്കാവുന്ന 11 മണ്ഡലങ്ങളാണുള്ളത്. അപ്പോൾ എത്രയായി? 32 സീറ്റാണ് ലക്ഷ്യം വെക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഒരു നിലവിലെ കണക്കനുസരിച്ച്. വേറൊരു വലിയ പ്രശ്നം നിൽക്കുന്നത് എന്താ അറിയോ? 62 സീറ്റുകളിലാണ് CPM ജയിച്ചു വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 75 സീറ്റാണ്, തോറ്റത് ആകെ 13 സീറ്റാണ്. 62 സീറ്റിൽ വിജയിച്ചു വരുമ്പോഴേ ഞാൻ കണക്ക് നോക്കുമ്പം 42 സീറ്റുകളിൽ CPM-ൻ്റെ ഭൂരിപക്ഷം എത്രയാണെന്നറിയോ? 20,000-ന് മേളിലാണ്. 20,000-ന് മേളെന്ന് പറയുമ്പോൾ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് 20, 22, 23 ഒക്കെ. ചിലതിലൊക്കെ 30-ന് മുകളിലാണ്. 30, 35, 38 ഒക്കെയാണ്. 67,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്
പിന്നെ ശൈലജ ടീച്ചർ ജയിക്കുന്നത്, 50,000 മേലുള്ള ഭൂരിപക്ഷത്തിനാണ് പിണറായി വിജയൻ ജയിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഭൂരിപക്ഷം നിൽക്കുന്നത്. 42 മണ്ഡലങ്ങളിൽ അവർ വിജയിച്ചിരിക്കുന്നത് 20 മുതൽ 67,000 വരെയുള്ള ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ ആ 42 കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്ന ഒരു സംശയവും വേണ്ടല്ലോ, അവർക്കത് നിലനിർത്താൻ കഴിയേണ്ടതാണ്. ഈ ഇലക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പം അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ വീഴ്ച വരാവുന്നത് ഈ പറയുന്ന 3000 വോട്ടിൽ തന്നെ ആകുമ്പോൾ തന്നെ ഈ 32 സീറ്റുകളെ വരുന്നുള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ഈ ഒരു വലിയ വിജയം നേടാൻ എങ്ങനെ പ്രാപ്തമായിരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ആൻറ്റി ഇൻകംബൻസി വേവൊക്കെ വന്ന് വലിയൊരു ട്രെൻഡ് വരണം. വലിയൊരു ട്രെൻഡ് രൂപപ്പെട്ട് വരികയാണെങ്കിൽ മാത്രമാണ് UDF അങ്ങനെ ഒരു സാധ്യത വരുന്നത്. ആ ട്രെൻഡ് രൂപപ്പെട്ട് വരണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പരിപാടികൾ ഈ അടുത്ത ഒരു വർഷം നടപ്പാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് RSP അടക്കമുള്ള പാർട്ടികൾ അത് ഉന്നയിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ദീപാദാസ് മുൻഷിയുമായിട്ടുള്ള യോഗത്തിൽ ലഹരി പോലൊരു പ്രശ്നം അത് ഇറങ്ങിയിട്ടുണ്ട് UDF. എന്താ പരിപാടി? ഞാൻ പറയുന്നത് സംസ്ഥാനം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിന്മേൽ പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമല്ല. ഒരു മുന്നണി എന്നുള്ളതിലേക്ക് അവരുടെ പരിപാടി എന്താണ്? ഇത്തരം വിഷയങ്ങളൊക്കെ ഇന്ന് ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് പുതിയ പരിപാടികൾ ഉണ്ടാവുക, അതേപോലെ തന്നെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാൻ കഴിയുക, ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റോയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് അത് ആദ്യം തന്നെ അവതരിപ്പിക്കുക, വളരെ മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് ഏറ്റവും സുഗമമായി സീറ്റ് വിഭജനം നടത്തി വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങളിലേക്ക് പോവുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ ഈ യോഗത്തിൽ ഈ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം ആശങ്കയാണെന്ന് ഞാൻ പറയുന്നത്. ഇതൊന്നും എളുപ്പമല്ല ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഇവിടെ പെർഫോം ചെയ്യേണ്ടതെന്നും കോൺഗ്രസിന് മാത്രമാണ് ഈ മുന്നണിയെ അധികാരത്തിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഘടകകക്ഷികൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. പക്ഷേ അതിന് കോൺഗ്രസ് എത്രത്തോളം ആ മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ള ആശങ്കയാണ് ഏറ്റവും ശക്തമായി ഇന്ന് എല്ലാ ഘടകകക്ഷികളും ഉന്നയിച്ചിരിക്കുന്നത്. വലിയ മീറ്റിങ്ങുകളൊന്നും അതിനകത്ത് നടന്നില്ല. ആകപ്പാടെ RSPയുടെ മീറ്റിംഗ് 50 മിനിറ്റ് നീണ്ടു എന്നുള്ളത് ഒഴിച്ചാൽ ചെറിയ ചെറിയ കൂടിക്കാഴ്ചകളാണ് നടന്നത്. ഇപ്പം ദീപാദാസ് മുൻഷി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു റുട്ടീനായ കൂടിക്കാഴ്ചയാണ്. പക്ഷേ ദീപാദാസ് മുൻഷി പോലും അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ കാര്യത്തിനകത്ത്. അതായത് ആഫ്റ്റർ ഈ പറയുന്ന ഫെബ്രുവരി 28 നടന്ന യോഗത്തിന് ശേഷം പോലും വേണ്ട രീതിയിലുള്ളൊരു മികവ് പ്രവർത്തനത്തിനകത്ത് വരുത്തുന്നില്ല കോൺഗ്രസ്. അവരെല്ലാം ചട്ടപ്പടി പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടത് കർണാടകത്തിലെയും അതുപോലെ തന്നെ തെലുങ്കാനയിലെയും ഒക്കെ മാതൃകയാണ്. ആ മാതൃകയിൽ കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് കോൺഗ്രസ് ഇപ്പോഴും തയ്യാറെടുത്തിട്ടില്ല എന്നൊരു വിമർശനം ദീപാദാസ് മുൻഷിക്ക് തന്നെയുണ്ട്. അത് അവർ ഘടകകക്ഷികളുമായിട്ടും പങ്കുവച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ചില ചർച്ചകൾ ഇന്ന് നടന്നുവെങ്കിൽ കൂടിയും ഘടകകക്ഷികളെ സംബന്ധിച്ച് ഇപ്പോഴും അവരുടെ ആശങ്ക അവസാനിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല, ആശങ്ക അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കണക്കുകളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ എവിടെയാണ് വിജയിച്ചു വരാനുള്ളൊരു സാധ്യത എന്നൊരു വിഷയം അവരെ അലട്ടുന്നുണ്ട്. ആ വിഷയത്തിന്മേൽ ആ അലട്ടുന്നതിനോടൊപ്പമാണ് ഈ പറയുന്ന കോൺഗ്രസിലെ അനൈക്യവും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിനകത്ത് ഏറ്റവും ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ലീഗാണ്. ലീഗ് പറഞ്ഞിരിക്കുന്ന ആ 3 വിമർശനവും വളരെ പ്രധാനമാണ്. കോൺഗ്രസിൽ ഐക്യമുണ്ടാകണം, കോൺഗ്രസ് ഈ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം, മുന്നണിയുടെ കെട്ടുറപ്പിനെ കോൺഗ്രസ് ഉറപ്പാക്കണം. ഈ 3 കാര്യങ്ങൾ അതിശക്തമായിട്ട് ലീഗ് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് മറ്റ് ഘടകകക്ഷികളും ഏറെക്കുറെ ദീപാദാസ് മുൻഷിയോട് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആശങ്കകൾ ആ മുന്നണിക്കുള്ളിൽ വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ദീപാദാസ് മുൻഷിയെ കണ്ടതോടെ UDFിലെ ഘടകകക്ഷികളുടെ ആശങ്ക അകന്നോ എന്നാണ് ചോദ്യം. സ്മൃതി, ആശങ്ക തൽക്കാലം അകന്നു എന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത്. അല്ലെങ്കിൽ ഇവരുടെ മുഖത്തൊക്കെ എന്താണോ ഒരു ചർച്ചയുടെ ഒരു ഫലമുണ്ടായത് അവരുടെ മുഖത്ത് പ്രകടമാവുകയും അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം കണ്ടില്ല. സീറ്റ് വിഭജനം വേഗത്തിലാക്കണമെന്നുള്ള ആവശ്യം ചിലർ മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം ഈ എല്ലാവർക്കും മനസ്സിലാകും, ജനത്തിനും ബോധ്യമാകണം ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നത തീർന്നു എന്നുള്ളത് മനസ്സിലാകണമെന്ന് ഷിബു ബേബി ജോണാണ് കുറച്ചുകൂടി തുറന്നു പറഞ്ഞത്. പിന്നീട് ലീഗിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ലീഗാണ് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിനോട് ഈ ചർച്ച വേഗത്തിൽ വേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടത്. ഹൈക്കമാൻഡിൻ്റെ സമയം തേടിയിരുന്നത്. അതിനുശേഷമാണല്ലോ ഇപ്പോൾ ദീപാദാസ് മുൻഷി വന്നത്. അപ്പോൾ ദീപാദാസ് മുൻഷി ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളതിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. അതിനു മുൻപേ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വന്നിരുന്ന പരസ്യ പ്രതികരണങ്ങളും അതിനുശേഷം ഡൽഹിയിൽ വിളിച്ച യോഗത്തിന് ശേഷം നേതാക്കളുമായി നിന്നുകൊണ്ട് നടത്തിയ പ്രതികരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒരു ഐക്യമുണ്ട്, അല്ലെങ്കിൽ ഐക്യം പുറത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഒരുമിച്ച് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ശക്തമായ പ്രതികരണങ്ങൾ സഭയ്ക്കകത്ത് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ വാർത്താസമ്മേളനങ്ങളിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ ലഹരിയുടെ വിഷയം പറഞ്ഞല്ലോ, ലഹരി വിഷയമൊക്കെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നു. സഭയിൽ ചർച്ച ചെയ്യുന്നു, സഭയിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് അത് പറയുന്നു. അതിനപ്പുറം എന്താണ് പരിപാടി എന്ന ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിപാടികളുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗ് സ്വന്തമായ പരിപാടികൾ നടത്തുന്നുണ്ട്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. രാത്രിയിൽ അവരുടെ പ്രതിഷേധ പരിപാടികളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ടാകാം. പക്ഷേ അങ്ങനെയല്ല, ഒരുമിച്ച് ഒരു പരിപാടി UDF എന്ന നിലയ്ക്ക് ഒരുമിച്ചൊരു പരിപാടിയിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാവുന്ന നല്ല
നല്ല വിഷയങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സർക്കാരിനെതിരായ ഒരുപാട് വിഷയങ്ങളുള്ള സമയമാണ്. അത് എത്രത്തോളം അവർ ഉപയോഗപ്പെടുത്തുന്നെന്ന് ചോദ്യമുണ്ട്. 2021 വലിയ ആത്മവിശ്വാസമായിരുന്നു. 85 സീറ്റെങ്കിലും ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ വന്ന വിധി എന്താണെന്ന് നമുക്കറിയാം. അതിന് 2016 ലഭിച്ചതിനേക്കാൾ 6 സീറ്റല്ലേ കുറഞ്ഞത്. അപ്പോൾ അതാണ് അവരുടെ അനുഭവം. ലീഗിനെ സംബന്ധിച്ചാലും പല മണ്ഡലങ്ങളിലും ലീഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ. അത് കുറ്റ്യാടി, കൊടുവള്ളി ആയാലും തിരൂരങ്ങാടി ആയാലും. പിന്നീട് തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ തിരുവമ്പാടി ലീഗ് വാശി പിടിച്ച് നേടിയ സീറ്റാണ്. പക്ഷേ അവിടെ LDF വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 15-21 എന്നതിൽ നിന്നും എങ്ങനെയാണ് ഒരു ജയിക്കാനാകുന്ന കണക്കിലേക്ക് അപ്പോൾ അത്തരം വാശികളിലേക്ക്, സീറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന വാശികളിലേക്ക് പൊതുവെ UDF-നകത്ത് പാർട്ടികൾ വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഐക്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇനി മൂന്നാം തുടർ ഭരണത്തിലേക്ക് വരാതിരിക്കാനുള്ള തന്ത്രങ്ങളിലേക്കാകും ഉറപ്പായിട്ടും പോവുക എന്നുള്ളതാണ്. അത് അനൈക്യത്തിന് എന്തെങ്കിലും ഒരു സൂചനകൾ ഉണ്ടായാൽ അത് അപ്പുറത്ത് ഒരു നേട്ടമാകും എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്രയൊക്കെ ഭരണം ഇത്ര കാലം വരുമ്പോൾ അതിൻ്റെ ഒരു ഉദാസീനത, ഒരു ആലസ്യമുണ്ടാകും. ഭരണത്തിലല്ല യഥാർത്ഥത്തിൽ ആലസ്യം കാണുന്നത്, പ്രതിപക്ഷത്തിലാണ് ആലസ്യം കാണുന്നത്. ഇപ്പോൾ നന്നായി പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാക്കാവുന്ന വിഷയങ്ങൾ, ഇപ്പോൾ സഭയ്ക്കകത്ത് തന്നെ വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. അത് പുറത്തേക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അത് അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ, അതിലേക്ക് എത്രത്തോളം എത്തുന്നുള്ളതാണ്. ഇപ്പോൾ പ്ലാൻ അലോക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വാർത്ത 77,28,00,000 രൂപ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി നീക്കിവെക്കാനായിരുന്നു. അത് വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. പിന്നെ വിവിധ സമരങ്ങളോട് സർക്കാരിൻ്റെ സമീപനം. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കൂ, ഇന്ന് പാർലമെന്റിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങോട്ട് നമുക്ക് തരാനുള്ള കുടിശ്ശിക, സംസ്ഥാനത്തിന് നൽകാനുള്ള കുടിശ്ശിക പൂർണ്ണമായും നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സംസ്ഥാനം കൊടുത്തിട്ടില്ല എന്ന വാദം അവിടെ കേന്ദ്രമന്ത്രി നൽകുമ്പോൾ അവിടെ നമ്മുടെ MP-മാരുണ്ട്, ഇടത് MP-മാർ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇവിടെ ഈ സമരം അനാവശ്യ സമരമാണെന്നും സമരം ചെയ്യുന്നവരെ അപഹസിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അപ്പോഴത്തെ പാർലമെന്റിൽ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപി എത്തിയല്ലോ സമരവേദിയിലേക്ക്, വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്രത്തിന്റെ നിലപാട് അറിയിച്ചല്ലോ. അപ്പോൾ അത് ആർക്കാണ് പിന്നീട് ഗുണം ചെയ്യുക എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു സർക്കാരിൻ്റെ സമീപനമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിലൊക്കെ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കാവുന്ന സാഹചര്യം പ്രതിപക്ഷം അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്നാണ് പാർട്ടികൾ കൊഴിഞ്ഞു പോയത് അല്ലേ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പായാലും ബാലകൃഷ്ണപിള്ള വിഭാഗമായാലും പോയത്. ഇപ്പോൾ ഒരു ഘട്ടം മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ മുന്നണി വിപുലീകരണം എന്നുള്ള പ്രതികരണമൊക്കെ UDF-ൽ നിന്ന് കേട്ടിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പോൾ ഉള്ളതിൽ കൊഴിഞ്ഞു പോകാതെ നോക്കുക എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണോ എന്നറിയില്ല. അത് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. കോൺഗ്രസ് മാനസിക പാല ഒഴിച്ചിട്ട് മതി. കേരള കോൺഗ്രസ് അല്ല, പക്ഷേ അകത്തുനിന്ന് അറിയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്നാലും നല്ലത്, അവർ വരട്ടെ, പക്ഷേ പാല തൊടാൻ നിൽക്കണ്ട, അത് വിട്ടുതരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് പാലയുടെ കാര്യം മാത്രമായിട്ട് നോക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പോയ പാർട്ടികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. മുമ്പ് കേട്ടിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് അത്തരം കാര്യങ്ങളില്ല. അപ്പോൾ ഇനി ഇതിൽ നിന്നും പാർട്ടികൾ പോകുമ്പോൾ ലീഗിനെ ചില സമയത്ത് ലീഗിനെ പുകഴ്ത്തും, ചില സമയത്ത് ലീഗിനെ അപഹസിക്കും. ഇതാണ് നമ്മൾ LDF-ൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി സമ്മേളനത്തിന് ശേഷമായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിലാണ് ലീഗ് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങളാണ് ചിലരൊക്കെ നമ്മളെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആ മോഹം അവിടെ വെച്ചാൽ മതി എന്ന് ലീഗ് പറയുന്നുണ്ട്. ലീഗിനെ പല ഘട്ടത്തിലും ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ലീഗുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പൊതുപരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തങ്ങൾ വിഷയത്തിൽ സാദിഖ് അലിയെ തങ്ങളെ വിമർശിച്ചപ്പോൾ തങ്ങളെ വിമർശിക്കാമോ എന്നൊരു ചോദ്യം അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഞാൻ തങ്ങൾമാരെയല്ല വിമർശിച്ചത്, ലീഗിൻ്റെ അധ്യക്ഷനെയാണ് വിമർശിച്ചത് എന്നൊരു പ്രതികരണം നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്രതികരണമൊക്കെ ഇതിൽ എന്നോട് പ്രതികരിക്കാൻ വരുന്നത് തീവ്ര നിലപാടുള്ളവരാണ് എന്ന് കൂടി പറയുകയുണ്ടായി. അപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അങ്ങോട്ടേക്ക് ലീഗിനെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് മൂന്നാം തവണയും പ്രതിപക്ഷ സ്ഥാനത്ത് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ്. അവരെ സംബന്ധിച്ച് ആ ഒരു ഇപ്പോൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഇല്ല എന്നുള്ള ചൂട് അവർക്ക് തട്ടിയത് കൊണ്ടാണ് ലീഗ് ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുകയും കോൺഗ്രസിനെ ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള കാര്യം ഹൈക്കമാൻഡ് പറയണമെന്നുള്ള ഒരു നിലപാടിലേക്ക് ലീഗ് കുറച്ചുകൂടി കർക്കശമായി തന്നെ ഇതിൽ പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു
ആവശ്യം താൻ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് വി.ഡി. സതീശൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇനി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് എല്ലാ നേതാക്കളും എത്തിയാൽ ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ അപ്പുറത്ത് ഒരുപാട് ശക്തമായ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രം മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുള്ളതാണ്. നിലവിൽ ഇന്നത്തെ നടന്ന ചർച്ച എന്ന് വെച്ചാൽ വലിയ വിപുലമായ ചർച്ചകളൊന്നുമല്ല നടന്നിട്ടുള്ളത്. ആ ചർച്ചയിൽ വലിയ ആശങ്കകളില്ല. പൊതുവെ സമാധാനപരമായിട്ടാണ് അവസാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. UDF 1979, അതായത് 80കളിൽ UDF അധികാരത്തിൽ അല്ലെങ്കിൽ UDF നിലവിൽ വന്നതിന് ശേഷമുള്ള വോട്ട് പെർസെൻറ്റേജിൻ്റെ ഷിഫ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൗതുകകരമായൊരു കണക്കുണ്ട്. നോക്കൂ, ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് വിഹിതത്തിലേക്ക് അവർ പോകുന്നത് 2016 2021 ചെറുതല്ല ഡിക്ലൈൻ. ഏകദേശം 6-7% ഡിക്ലൈൻ ഉണ്ട്. എന്നാൽ അതേസമയം ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഗ്രോത്ത് അപ്പുറത്ത് കാണാം. അത് NDAയുടെ അഥവാ BJPയുടെ ഗ്രോത്താണ്. 2016 6% BJP 11% വളരുന്നതാണ് 2021 16 നമ്മൾ കാണുന്നത്. 2016 2021 തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാലും BJPയുടെ വളർച്ച എവിടെ കാണാം. അപ്പോൾ ഒരു ഭാഗത്ത് UDF 45, 44, 47% എന്നിങ്ങനെയായിരുന്നു 1982 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ട് UDFൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അത് അവിടെ നിന്നും 38%, 39% എന്ന നിലയിലേക്കാണ് കഴിഞ്ഞ 2 ടേമായി 2016 2021 ചുരുങ്ങിയിരിക്കുന്നത്. അല്ല, അവരുടെ ഏറ്റവും വലിയ വിക്ടറി 2001. അതാണ് ഞാൻ പറയുന്നത്. ഈ 2001 വിക്ടറി നോക്കൂ. എന്താ 2001 വിക്ടറിയുടെ പ്രത്യേകത? 2001 വിക്ടറി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. 99 സീറ്റാണ്. ഏകദേശം 40 സീറ്റോളം 1996 അപേക്ഷിച്ച് 40 സീറ്റുകൾ നേടിയ വലിയ വിജയമായിരുന്നു. അതൊരു വലിയ ട്രെൻഡായിരുന്നു. അത്രയും ഒരു UDF തരംഗം ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിലൊരു വലിയ തരംഗം ഇക്കുറിയും ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല. UDFിനുള്ളിൽ പോലും അങ്ങനെ പ്രതീക്ഷയില്ല. ഞാൻ അതിലേക്ക് എത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കണക്കൊക്കെ അവിടെ നിന്ന് കിട്ടിയത്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ചില 2 കണക്കുകൾ UDFിനുള്ളിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ UDFിലെ 2 പ്രബല കക്ഷികളുമായിട്ടും അവിടുത്തെ സോഴ്സുകൾ സംസാരിച്ചു. ഒരു വിഭാഗം പറയുന്നത് 95 സീറ്റുകൾ വരെ നേടാം എന്നതാണ് UDFിലെ ഒരു കണക്ക് കൂട്ടൽ. എന്നാൽ അത് മറ്റൊരു വിഭാഗം അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് മനക്കണക്കാണ് എന്നാണ്. അങ്ങനൊരു കണക്ക് യഥാർത്ഥത്തില്ല. റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ ഇപ്പോഴും 56 സീറ്റുകളിലേക്കാണ് UDF കൃത്യമായ കാൽക്കുലേഷൻ വഴി എത്തിയിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്കുള്ള കണക്കാണ് ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. 56 നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. അതായത് കഴിഞ്ഞ തവണയുള്ള 42 നിന്ന് 14 സീറ്റുകൾ വരെ വേണമെങ്കിൽ നമുക്ക് അധികം ഈ ഘട്ടത്തിൽ നേടാം. ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് തുടർന്നുള്ള വർക്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നതെന്നാണ് UDFിലെ മറ്റൊരു ഘടകകക്ഷി പറഞ്ഞത് ഇന്നത്തെ ചർച്ച. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കണക്കുകളാണ് UDFിനെ വലയ്ക്കുന്നത്. എങ്ങനെയാണ് ഈ പെർസെൻറ്റേജിൻ്റെ ഡിക്ലൈനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക? അത് സീറ്റായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? 38% നിന്ന് 44% വളരണമെങ്കിൽ 2 സാധ്യതയുള്ളൂ. ഒന്നുകിൽ വളർച്ച നേടിയ BJPയുടെ വോട്ട് ബാങ്കിനെ തകർക്കണം, അതല്ലെങ്കിൽ ഉറച്ച CPMൻ്റെ LDFിൻ്റെ കോട്ടകളെ തകർക്കണം. നിലവിലിത് സാധ്യമല്ലെന്നറിയാം. കാര്യം 2016 സാഹചര്യം പോലും 2021 ശേഷമില്ല. അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പുറത്തേക്ക് വന്നു. കേരള കോൺഗ്രസ് ബാലകൃഷ്ണ വിഭാഗം വന്നു. ചെറിയ പെർസെൻറ്റേജേ ഉള്ളൂ. 1% താഴെയാണ് അവരുടെ വോട്ട് പെർസെൻറ്റേജ് എങ്കിലും അത് നിർണായകമാണെന്നേ. ഇപ്പോൾ പത്തനാപുരത്താണെങ്കിലും കൊട്ടാരക്കര ആണെങ്കിലും ഒരു നിർണായകമായ വോട്ട് ബാങ്ക് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയ്ക്കും ഉണ്ടല്ലോ. അപ്പോൾ അത് ചെറുതല്ല എങ്കിൽ പോലും ഈ കണക്ക് യഥാർത്ഥത്തിൽ UDFിനെ വലയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് UDF ഇന്നത്തെ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ലീഗിലെ നേതാക്കൾ ദീപദാസ് മുൻഷിയുമായി സംസാരിച്ചതിനു ശേഷം അതിൽ ചില നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർ വളരെ ഹാപ്പിയാണ്. RSPയിലെ നേതാക്കളും ഒരു പരിധിവരെ ഹാപ്പിയാണ്. RSPയിലെ ഒരു നേതാവ് എന്നോട് പറഞ്ഞത്, പേര് തന്നെ പറയാം, ഷിബു ബേബി ജോൺ തന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ വളരെ ഹാപ്പിയാണ്. ഇതേവരെ UDFിൻ്റെ ഇത്തരത്തിലൊരു ചർച്ചയിൽ ഇങ്ങനൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല എന്നാണ് ഷിബു ബേബി ജോൺ എന്നോട് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ചു. ഏകദേശം 50 മിനിറ്റ് സമയം ഷിബു ബേബി ജോണിൻ്റെ RSP UDFിൽ ദീപദാസ് മുൻഷിയുമായിട്ട് സംസാരിച്ചു. മറ്റുള്ളവർക്കൊക്കെ 10-12 മിനിറ്റ് മാത്രം കിട്ടിയപ്പോൾ RSP വിശാലമായിട്ടാണ് ഈ കാര്യത്തെ അവതരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗും അവതരിപ്പിച്ചു കേട്ടു. ലീഗ് വളരെ പൊളിറ്റിക്കലായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗ് ഇതിൽ ആത്മവിശ്വാസം ലീഗിന് വരാനുള്ള കാര്യം, എൻ്റെ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് താൽക്കാലികമായി ആത്മവിശ്വാസം കിട്ടി എന്നുള്ളതാണ്. ആശങ്ക അകന്നു എന്നതാണ് എൻ്റെ നിലപാട്. അതിൻ്റെ കാരണം ലീഗിലെ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച നേരത്തെ UD ബാലകൃഷ്ണൻ സൂചിപ്പിച്ച വിഷയങ്ങൾക്കും അപ്പുറം 2-3 കാര്യങ്ങൾ കൂടി അവർക്ക് ചില ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അവർ കരുതുന്നു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിലൊന്ന്, മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി പ്രത്യക്ഷമായോ പരോക്ഷമായോ നേതാക്കൾ തമ്മിൽ ഒരു കിടമത്സരം ഉണ്ടാവില്ല.
ഇത് ദീപാദാസ് മുൻഷിയിൽ നിന്നൊരു ഉറപ്പ് വാങ്ങാൻ ലീഗിലെ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ, അതായത് പരോക്ഷമായി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരാൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റൊരാൾ മറ്റൊരു ഉദ്ഘാടനം ചെയ്യുന്നു, രണ്ട് തരത്തിൽ വേദിയിൽ വന്നിട്ട് തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നു എന്ന മട്ടിലുള്ള ഒരു കിടമത്സരം നേതാക്കൾക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ലീഗിനെ ബോധ്യപ്പെടുത്താൻ നിലവിൽ ദീപാദാസ് മുൻഷിക്ക് സാധിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ഡിക്ലറേഷൻ അതുതന്നെയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഫെബ്രുവരിയിൽ നടന്ന ഡൽഹിയിലെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതും മുഖ്യമന്ത്രിക്ക് വേണ്ടി നിങ്ങളാരും കുപ്പായം തുന്നി വയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത് മനസ്സാ അംഗീകരിച്ചിരിക്കുന്നു നേതാക്കൾ എന്ന് ലീഗിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേവലം ഒരു പ്രതീതി മാത്രമല്ല, ലീഗ് വിശ്വസിക്കുന്നു ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അങ്ങനൊരു ചർച്ച രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നോ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നോ കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നോ കെ. സുധാകരൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല എന്നുള്ളത് ലീഗിനൊരു ഉറപ്പ് കിട്ടി എന്നുള്ളതാണ് ലീഗിന് ആശങ്കയകലാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഏറ്റവും നിർണായകമായത്, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വരുമ്പോൾ വിജയസാധ്യത മാത്രമായിരിക്കണം മാനദണ്ഡം എന്നുള്ളത് ലീഗിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അത് ദീപാദാസ് മുൻഷിയും കോൺഗ്രസും തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇത് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ പുനലൂരൊക്കെ കൊണ്ട് ലീഗിനെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചൊരു സാഹചര്യമുണ്ടായി. അതേപോലെ ഗുരുവായൂർ കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലത്തിൽ ലീഗിനെ മത്സരിപ്പിക്കുക, പട്ടാമ്പിയിൽ ലീഗിന് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം കോൺഗ്രസ് മത്സരിക്കുക, ഇത്തരം അക്കോമഡേഷനുകൾ ഇത്തവണ ഉണ്ടാവില്ല. വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാനദണ്ഡം എന്നുള്ളത് ഏറെക്കുറെ ലീഗ് ഉറപ്പിച്ചിട്ടുണ്ട്, കോൺഗ്രസും ഉറപ്പിച്ചിട്ടുണ്ട്. ഒറ്റ സാധ്യത മാത്രമേ ഉള്ളൂ, അക്കോമഡേഷൻ പൊളിറ്റിക്സ് വേണ്ട എന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിലും ഒരു തർക്കമുണ്ടാവില്ല എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ തത്വത്തിൽ നേതാക്കൾക്കിടയിൽ ഉറപ്പായി. ഇനി താഴെ അണികളിലേക്ക് വരുമ്പോൾ മറ്റ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ നിലവിൽ അത് ലീഗിനെ ബോധ്യപ്പെടുത്താൻ ദീപാദാസ് മുൻഷിക്ക് സാധിച്ചിട്ടുണ്ട്. ആ വിവരം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ ലീഗിനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് ഈ ഗുരുവായൂരും പട്ടാമ്പിയും പോലുള്ള മണ്ഡലങ്ങളിൽ ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റ് വെച്ചുമാറാനുള്ള സാധ്യത പോലും ഉണ്ടാവുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിലുമുള്ള ആശങ്ക അകന്നിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞത് 2011 ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡിൻ്റെ ബലത്തിൽ കഷ്ടിച്ച് കടന്നുകൂടിയതാണ് എന്നുള്ളതാണ്. ഒരു വലിയ വേവ് ഉണ്ടായിരുന്നില്ല. ഒരു ട്രെൻഡ് 2011 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ വി എസ് അച്യുതാനന്ദൻ, അത് വിഭാഗീയതയുടെ ഒരു ഭാഗമുണ്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, വി എസ് അച്യുതാനന്ദൻ തുടർഭരണത്തിലേക്ക് പോകുന്നു എന്നൊരു ട്രെൻഡ് സൃഷ്ടിക്കാൻ LDFന് സാധിച്ചില്ല. എന്നാൽ മറുഭാഗത്ത് UDF അധികാരത്തിൽ വരുമെന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. കണക്ക് കൂട്ടിയതിന് കൂടുതൽ കനത്ത വിജയമാണ്, പക്ഷേ നേരിയ വിജയമാണ് UDFന് കിട്ടിയത്. പക്ഷേ ആ ട്രെൻഡിൽ നിന്നാണ് UDFന് വിജയം കിട്ടിയതെന്നുള്ളതാണ് ലീഗിൻ്റെ ഒരു അനുമാനം. ലീഗ് പറയുന്നത് അത്തരം 2011 ഒരു ട്രെൻഡ് ഇപ്പോൾ വിസിബിൾ അല്ല എന്നാണ്. ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തെ ഒരു ട്രെൻഡാക്കി മാറ്റാൻ UDFന് സാധിച്ചിട്ടില്ല എന്ന കൃത്യമായ രാഷ്ട്രീയ വിലയിരുത്തൽ ലീഗിനുണ്ട്. ഈ വിവരം യഥാർത്ഥത്തിൽ ദീപാദാസ് മുൻഷിയെ ലീഗ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ മുസ്ലിം വോട്ട് ബാങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തമായ, വളരെ സേഫായ ഒരു ആൻറ്റി ഇൻകംബൻസി അവിടെയുണ്ട്. ലീഗ് വളരെ കോൺഫിഡൻ്റ് ആ കാര്യത്തിൽ. മുസ്ലിം വോട്ട് ബാങ്കിനിടയിൽ ഒരു ശക്തമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്ന് ലീഗ് കരുതുന്നു, UDF കരുതുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിലും ശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട് എന്ന് കണക്കാക്കുന്നു. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിലെ ആൻറ്റി ഇൻകംബൻസി BJP ടാപ്പ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം നിലവിൽ UDFനുണ്ട്. ഈ ആശങ്കയും യഥാർത്ഥത്തിൽ ലീഗ് പങ്കുവെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിൽ ഇന്നത്തെ ചർച്ചയിൽ ലീഗ് വളരെ കോൺഫിഡൻ്റ് ആണ്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു തമ്മിലടി ഉണ്ടാവില്ല. രണ്ട്, സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൻ്റെ കാര്യത്തിൽ വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡം. മൂന്നാമത്തത്, നിലവിൽ ഈ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതൊരു രാഷ്ട്രീയ ആവശ്യമായി ലീഗിനെ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഒരു ഫലമായി ഈ ലീഗും കണക്കാക്കുന്നു. ലീഗും ഈ ചർച്ചയിൽ വളരെ കോൺഫിഡൻറ്റുമാണ്, തൃപ്തിയുമുണ്ട്. ഇനി RSP പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലീഗ് ഉന്നയിച്ച വിഷയത്തിന് സമാനമായൊരു രാഷ്ട്രീയ ആവശ്യം RSP ഉന്നയിച്ചിട്ടുണ്ട്. RSP പറഞ്ഞത് ഇങ്ങനെയാണ്, ആ വാക്കുകൾ ടു കോട്ട്: LDF വിരുദ്ധതയുണ്ട്, എന്നാൽ UDFന് ഒരു പോസിറ്റീവായൊരു സാധ്യത നിലവിലുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഒരു LDF വിരുദ്ധതയുണ്ടെങ്കിലും ഒരു UDFനുള്ള ഒരു സാധ്യത പോസിറ്റീവായി ഇനിയും ഒരു പബ്ലിക് പെർസെപ്ഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ RSP മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ വിരുദ്ധത എവിടെയുണ്ട്, ഒരു ആൻറ്റി ഇൻകംബൻസി എവിടെയുണ്ട്. ആ ആൻറ്റി ഇൻകംബൻസിയെ നിങ്ങൾക്ക് ഒരു വിജയസാധ്യതയാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് ഇനി മെനയേണ്ടത്. ആ തന്ത്രങ്ങൾ മെനയുന്നതിനിടയിൽ ഈ നേതാക്കളുടെ തമ്മിലടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതു പെർസെപ്ഷൻ നിൽക്കുന്നുണ്ട്, ഒരു ഐക്യമില്ലായ്മയുണ്ട് എന്നുള്ളതൊരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് RSP പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്.
ആ പൊതു കാഴ്ചപ്പാട് മാറണം എന്നുള്ളതാണ് പറഞ്ഞത്. അതിലും വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ BJP ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിൽ കടന്നു കയറുന്നതിനെ കുറിച്ചാണ് ഏറിയ പങ്കും സംസാരിച്ചത് എന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ചില താല്പര്യം RSPയുടെ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നേതാവിനെ കൊണ്ടുവന്നാൽ അത് വളരെ പോസിറ്റീവായിരിക്കും. തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സംസാരത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്. മറ്റത് ഒരുപക്ഷെ ബെന്നി ബെഹനാൻ്റെ പേരായിരിക്കാം മനസ്സിലുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ ഈ BJPയുടെ കടന്നുകയറ്റം തടയാൻ വേണ്ടി ഈവൻ കേരള കോൺഗ്രസ് മാണിയെ തന്നെ ജോസ് കെ മാണിയെ തന്നെ തിരികെ കൊണ്ടുവരുന്നതിനോടും ഷിബു ബേബി ജോണിന് വളരെ അനുകൂലമായ നിലപാടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ദീപദാസ് മുൻഷിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ RSP സംബന്ധിച്ചും വളരെ കോൺഫിഡൻ്റ് ആണ്, ലീഗിനെ സംബന്ധിച്ചും വളരെ കോൺഫിഡൻ്റ് ആണ്. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി വസ്തുതാപരമായി നമ്മൾ പരിശോധിച്ചാലോ UDF അടുത്ത കാലത്ത് എടുത്തിരിക്കുന്ന എല്ലാ സമര പരിപാടികളും തുടക്കത്തിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുകയും എന്നാൽ സമരം 1-2 ദിവസം കഴിയുമ്പോൾ അത് അണഞ്ഞു പോവുകയും അതിൻ്റെ ആവേശം ആർക്കും ഇല്ലാതാവുകയും പലപ്പോഴും ദുർബലമായി തീരുകയും അത് അവസാനിക്കുന്നത് നമ്മളാരും അറിയാതെ പോവുകയും ചെയ്ത ഒരു പ്രശ്നമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെതിരെയുള്ളൊരു ജനവിരുദ്ധ വികാരത്തെ ടാപ്പ് ചെയ്യാൻ യഥാർത്ഥത്തിൽ UDFന് സാധിക്കുന്നില്ല. അവിടെയാണ് ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമാകുന്നത്. ഇനി വരും ദിവസങ്ങളിൽ UDF അത് തന്നെയായിരിക്കും ശ്രദ്ധിക്കാൻ പോകുന്നത്. ആ ട്രെൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതത്ര എളുപ്പമല്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. 6% UDFൻ്റെ വോട്ട് 1980-കളെ അപേക്ഷിച്ച് 2016 ശേഷം BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. LDFിൻ്റെയും 1.5% വോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് UDFനാണ്. ആ വോട്ടിനെ തിരിച്ച് BJP ക്ലച്ചസിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, LDFിൻ്റെ CPMൻ്റെ എല്ലാ സമ്മേളനങ്ങളും പൂർത്തിയായി ഒരു പുതിയ നേതൃത്വം ശക്തമായി ജില്ലാ കമ്മിറ്റിയായിട്ടും ബ്രാഞ്ചിലും ഏരിയ കമ്മിറ്റിയിലും ലോക്കൽ കമ്മിറ്റിയിലും ഒക്കെ വന്നിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അവരെ വളരെ സജ്ജമായി അവരുടെ ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ബദൽ രേഖ യഥാർത്ഥത്തിൽ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഒരേ ഒരു രേഖ മാത്രമേ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. അത് പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയാണ്. ആ രാഷ്ട്രീയ നയരേഖയിൽ വികസന വിരുദ്ധരാണെന്ന ടാഗ് മാറ്റാനുള്ള കാര്യങ്ങൾ കൂടി അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്തോ അറിഞ്ഞോ അറിയാതെയോ പാർട്ടിക്ക് അത് ഗുണകരമായി തീരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. നയവ്യതിയാനം എന്നൊക്കെ പറയുമ്പോഴും ഡെവലപ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു മുന്നണിയാണ് എന്ന മട്ടിലുള്ളൊരു ചർച്ച നടക്കുന്നു. മറുഭാഗത്ത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ വേണ്ടി എനിക്കൊന്ന് ശശി തരൂരിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതുവരെയും ചർച്ചയായിട്ടില്ല. ബദൽ എന്തുണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇനി ബദലുമായി വരുന്ന സമയത്ത് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ നിങ്ങൾ എങ്ങനെ നേരിടും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങളെ എങ്ങനെയാണ് UDF അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, എന്ത് ബദലാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഒരു കാര്യം കൂടി പറയാം. ക്ഷേമനിധി ബോർഡ് 3 മാസത്തെ കുടിശ്ശികയുണ്ട് എന്നത് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷേ ധനമന്ത്രി പറഞ്ഞത് അടുത്ത വർഷം ഈ 3 കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കും. ക്ഷേമനിധി ബോർഡിൻ്റെ കാര്യത്തിൽ സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയും കൊടുത്തു തീർക്കും. ഈ പണം കൃത്യമായി ജനങ്ങളുടെ വോട്ടർമാരുടെ കൈകളിലെത്തും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ വികസനവും കണ്ണാടി പോലെ മിന്നുന്ന റോഡുകളും ഉണ്ടാവും. വികസനത്തിനെക്കുറിച്ചുള്ളൊരു ബദൽ രേഖയും LDFിനുണ്ട്. UDFിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ആശങ്കയകന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഒരു ചെറിയ ഇടവേള. ആശങ്കയകന്നു എന്നാണ് ചോദ്യം. ആൻറ്റോ ഗസ്റ്റ്. ആശങ്ക അകന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റണം. ആ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ നേതാവിന് എങ്ങനെയാണ് കേരളത്തെ നയിക്കുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നേതാക്കന്മാരിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് ഇലക്ഷൻ നടക്കുന്നത്. ഇന്നത്തെ കാലം അതാണ്. പണ്ട് കാലങ്ങളിലെ പോലെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിണറായി വിജയൻ ഒരു നേതാവാണ്. ആ നേതാവിന് മുന്നോട്ട് ഇദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഇദ്ദേഹമാണ് കേരളത്തെ നയിക്കുന്നത് എന്ന് പറഞ്ഞ് CPM മുന്നോട്ട് പോകും. BJP ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കും, അതുമായി മുന്നോട്ട് പോകും. കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും എല്ലാം അങ്ങനെയാണ് ഇലക്ഷൻ നേരിട്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ്, ഇപ്പോൾ UDFന് ഒരു നേതാവിനെ മുന്നോട്ട് വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ട് കാലങ്ങളിൽ CPM കോൺഗ്രസ്സിൽ എന്താണ് നടന്നിട്ടുള്ളത്, നടക്കുക എന്ന് പറയുന്നത് അത് വീതം വെക്കലാണ്. ആർക്കൊക്കെയാണോ സീറ്റ് വേണ്ടത് അക്കോമഡേഷൻ രാഷ്ട്രീയമാണ് നടത്തിയിട്ടുള്ളത്. ഓരോ ജില്ലകളിലും ഓരോ മണ്ഡലങ്ങളിലും ഏത് രാഷ്ട്രീയക്കാരനാണ് മത്സരിക്കേണ്ടതെന്ന് അവർ സ്വന്തം തീരുമാനിക്കുകയും അതിനുവേണ്ടി ആ സീറ്റിന് വേണ്ടി പ്രഷർ ചെയ്യലാണ് പതിവ്. ആ ശൈലിയിലൊന്നും കോൺഗ്രസ്സിന് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ശൈലി തീരുമാനിക്കുകയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ. K. സുധാകരൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 77 വയസ്സാണ്. KPCC പ്രസിഡൻ്റാണല്ലോ. അദ്ദേഹത്തിന് മാറ്റാൻ പറ്റുമോ?
മാറ്റാൻ പറ്റില്ല. MM ഹസൻ എന്ന് പറയുന്ന UDF കൺവീനറിൻ്റെ വയസ്സ് 78ആണ്. അദ്ദേഹത്തെ മാറ്റാൻ പറ്റുമോ? പറ്റൂല. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോടി രവി വയസ്സ് എത്രയാ? 76ആണ്. കൊല്ലം DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് 79 വയസ്സാണ്. ആലപ്പുഴ DC പ്രസിഡന്റ് ബാബു പ്രസാദ് 64 വയസ്സാണ്. ഇടുക്കി DCC പ്രസിഡന്റ് ആരാണ്? CP മാത്യു 76 വയസ്സാണ്. അതുപോലെ തന്നെ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ 78 വയസ്സാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു സംവിധാനത്തിൽ ഇത് ആകെ 5 DCC പ്രസിഡന്റ് 6 DCC പ്രസിഡന്റുമാരാണ് ഒരു യുവത്വം എന്ന് പറഞ്ഞാൽ 50-നും 60-നും 70-നും ഇടയ്ക്കുള്ള മലപ്പുറം DCC പ്രസിഡന്റ് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് നിൽക്കുന്ന 50-ന് മേലെ എന്ന് പറയാൻ 60-ന് ഇടയ്ക്കും അല്ലെ 70-ന് ഇടയ്ക്കും എന്ന് പറയാൻ പറ്റുന്ന DCC പ്രസിഡന്റ് എത്ര പേരാ? 6 പേര്. ബാക്കി 8 പേരും ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോയി ചർച്ച നടത്തി തീരുമാനമാക്കി തിരിച്ചു വരാൻ പറ്റാൻ കഴിവില്ലാത്ത DCC പ്രസിഡന്റ് അവരെ പോലും ഈ സമയം വരെ മാറ്റാൻ പറ്റിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 38ാമത്തെ വയസ്സിൽ AK ആന്റണി മുഖ്യമന്ത്രിയായ സ്ഥലമാണ് കേരളം. 38ാമത്തെ വയസ്സിൽ യുവത്വം തുളുമ്പുന്ന AK ആന്റണി കേരളത്തിന് മുഖ്യമന്ത്രിയായ സ്ഥലമാണ്. അത് കണ്ടു മനസ്സിലാക്കാൻ പോലുള്ള ബോധവും ആ പ്രാപ്തി ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇവരുടെ തമ്മിലടി കൊണ്ടല്ലേ. ഈ പറയുന്ന ദീപാദാസ് മുൻഷി തീരുമാനിച്ചാൽ കേരളത്തിലെ UDFൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരാൾക്കും തീരുമാനിക്കാൻ പറ്റില്ല. ദീപാദാസ് മുൻഷി ഞാൻ പറയാം, എറണാകുളത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡനെ മാറ്റി പുതിയൊരു MP-നെ വെക്കാൻ തീരുമാനിച്ചാൽ നടക്കുമോ? നടക്കില്ല. ഏതെങ്കിലും ഒരു സീറ്റിലെ സ്ട്രോങ് ആയ സീറ്റിലെ ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനെ പാലക്കാട് നിന്ന് മാറ്റി പുതിയൊരു MLA-നെ വെക്കാൻ നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തതിന്? കാരണം അത് തീരുമാനിക്കുന്ന ഹൈക്കമാൻഡും KC വേണുപോലെ നേതാക്കന്മാരുമായിരിക്കും. അതിനകത്ത് അന്നേരം തീരുമാനങ്ങൾ വരും. എല്ലാ കാലത്തും കേരളത്തിൽ എങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് 2 കാര്യമാണ്. AUIയും മത്സരിക്കും. A ഗ്രൂപ്പ് എന്ത് ചെയ്യും? വീതം വെച്ച് കുറേ സീറ്റ് മേടിക്കും. I ഗ്രൂപ്പ് വീതം വെച്ച് കുറേ സീറ്റ് മേടിക്കും. എന്നിട്ട് ഇവർ തമ്മിൽ മാക്സിമം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും സീറ്റ് കിട്ടാൻ വേണ്ടി കൂടുതൽ ആർജവത്തോട് മത്സരിക്കും. അങ്ങനെ മത്സരിച്ചാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ക്ലെയിം വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? ശക്തമായ മത്സരം കാഴ്ചവെക്കും. രണ്ട് പാർട്ടിയും കൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ ആ പാർട്ടി മൊത്തത്തിൽ ഉയരും. അതാണ് അത്രയും നടന്നിട്ട്. അതിൻ്റെ അകത്ത് ആരാണ്? I ഗ്രൂപ്പ് NSSുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കും. ഉമ്മൻചാണ്ടി ആണെങ്കിൽ A ഗ്രൂപ്പ് നേരെ SNDP ആയിട്ട് നല്ല ബന്ധം സൂക്ഷിക്കും. ഇവർ രണ്ടുപേരും കൂടെ മുസ്ലിം ലീഗിനെ നല്ല രീതിയിൽ കൊണ്ടും രണ്ടുപേരും കൂടെ കൂടിയിട്ട് കേരള കോൺഗ്രസിനെ നന്നായി സപ്പോർട്ട് ചെയ്യും. കാരണം ഇതെല്ലാം കൂടി അധികാരത്തിൽ വരണമല്ലോ. അപ്പോൾ ശക്തമായ ഒരു ഗ്രൂപ്പിസമായിരുന്നു സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് മുന്നോട്ട് നയിച്ചിരുന്നത്. ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്ന് കോൺഗ്രസിലെ ഗ്രൂപ്പിസം ഇല്ലാതായി. ഗ്രൂപ്പിസം ഇല്ലാതാവുമ്പോൾ എന്താണ് ചെയ്യുക? ഇൻഡിവിജ്വലി ഗ്രൂപ്പിസം ആകാൻ തുടങ്ങി. KC വേണുഗോപാലിന് ഒരാൾ, VD സതീശന് ഒരാൾ, രമേശ് ചെന്നിത്തല ഒരാൾക്ക്, പിന്നെ KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെ വലിയ രീതിയിലുള്ള സ്വന്തമായിട്ടുള്ള പോക്കറ്റ് സംവിധാനങ്ങളെ ഈ പാർട്ടിയിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ശക്തമായ രീതിയിൽ ഈ പാർട്ടിയിൽ മാറ്റം വരണം. ഉണ്ണിസാർ നേരത്തെ പറഞ്ഞല്ലോ, എത്രയാണ് 3000 വോട്ടിന് താഴെയാണ് 11 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. കോൺഗ്രസ്സിൽ ജയിച്ച 41 മണ്ഡലം ഉണ്ടല്ലോ, UDF ജയിച്ച 41 മണ്ഡലം ഉണ്ടല്ലോ, അതിൽ 10,000-ൽ താഴെ മെജോറിറ്റിയും 10,000-ൽ താഴെയാണ്. ഇപ്പം ഇവർ കണക്കൂട്ടി വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന 41 സീറ്റ് അങ്ങോട്ടും പോകുന്നില്ല. ഇനി എത്ര കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയല്ല കണക്ക്. 42-30 അല്ലേ? അല്ല, 10,000-ൽ താഴെ അല്ല, 10,000-ൽ താഴെ എന്ന് പറഞ്ഞാൽ 30 വോട്ട് സീറ്റിന് മേലെ 10,000-ൽ താഴെയാണ് കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്നത്. ആ സീറ്റിൽ എത്ര എണ്ണം നഷ്ടപ്പെടാൻ പോകുന്നിരിക്കുന്നു? ഇപ്പോൾ കോൺഗ്രസിൻ്റെ MLA-മാരായിരിക്കുന്ന എത്ര പേര് തോക്കാനിരിക്കുന്നു വിചാരിച്ചിരിക്കുന്നത്? വളരെ ചുരുങ്ങിയ മാർജിനിൽ ജയിച്ച MLA-മാരുണ്ട് UDFിൻ്റെ ഭാഗത്ത്. വളരെ ചുരുങ്ങിയ 5,000-ലും 4,000-ലും 7,000-ലും 6,000-ലും മത്സരിച്ച് ജയിച്ച MLA-മാരുണ്ട് UDFിൻ്റെ. ആ സീറ്റുകൾ നഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പല സീറ്റുകളും നഷ്ടപ്പെടും. അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇതിന് വലിയ പ്ലാനിങ് വേണം. ഈ പ്ലാനിങ്ങിൻ്റെ അർത്ഥം എന്താണ്? പ്ലാനിങ് എന്ന് പറയുന്നത് 2-2 പ്ലാനിങ് ആണ്. കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 75% വോട്ടെങ്കിലും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെയും വോട്ടെങ്കിലും ആർക്ക് കിട്ടണം? UDFിൻ്റെ കയ്യിൽ കിട്ടണം. എങ്കിൽ മാത്രമേ 80 സീറ്റിന് മേലേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുള്ളൂ. 80 സീറ്റിന് മേലെ സീറ്റ് കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ 75% ഈ 2 വിഭാഗത്തിന് മാത്രം, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെയും. ഇതിൻ്റെ അകത്ത് എന്ത് സ്പ്ലിറ്റ് ഉണ്ടാവും? മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഒരു പരിധി വരെയുള്ള വോട്ടുകൾ ആരും ലീഗ് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇപ്രാവശ്യം ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടാണ് LDF മുന്നോട്ട് വരുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനോട് പറഞ്ഞത് ഇതൊരു ജനാധിപത്യ കക്ഷിയല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ ഇന്നലെ നടന്ന പാർട്ടി സമ്മേളനത്തിൽ
ശക്തമായ മുന്നറിയിപ്പ് ആർക്ക് കൊടുക്കുന്നത്? മുസ്ലിം സമുദായത്തിലാണ് കൊടുക്കുന്നത്, ലീഗിനല്ല കൊടുക്കുന്നത്, മുസ്ലിം സമുദായത്തിനാണ്. അപ്പോൾ നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം. അവിടെ ഒരു സ്പ്ലിറ്റ് ഉറപ്പാണല്ലോ. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽ എന്താണ് വലിയ രീതിയിലുള്ള ഒരു ഇൻട്രോഡ് ആരുണ്ടാക്കുകയാണ്? BJP ഉണ്ടാക്കുകയാണ്. ആ BJPൻ്റെ കാര്യത്തിൽ എന്താ, കാസ അടക്കമുള്ള പാർട്ടികൾ എങ്ങാനും ഈ സ്ഥലങ്ങളിൽ വന്നാണ്ടല്ലോ, ഈ മധ്യ കേരളത്തിൽ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് കാസ പോലത്തെ ഒരു ചെറിയ സംവിധാനം ശക്തി പ്രാപിച്ച് വന്നാൽ 5000 വോട്ടിൻ്റെ വേരിയേഷൻ വരുത്തിയാൽ മതി. ഒരു മണ്ഡലത്തിൽ 5000 വോട്ടിൻ്റെ വേരിയേഷൻ വരുത്തിയാൽ പോലും കോൺഗ്രസ്സാണ് അടിഞ്ഞില്ലാതാകാൻ പോകുന്നത്. അവിടെ CPM-ൻ്റെ ഭാഗത്ത് ഒന്നും സംഭവിക്കാനില്ല, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഒന്നും സംഭവിക്കാനില്ല. ശക്തമായ രീതിയിൽ ഈ പറയുന്ന രണ്ട് വിഭാഗങ്ങളുടെ വോട്ട് കൂടെ നിർത്താൻ പറ്റണം. അതുപോലെ തന്നെ നായർ സമുദായത്തിൻ്റെ വോട്ട് ഒരു പരിധി വരെ നായർ സമുദായത്തിൻ്റെ വോട്ട് UDF-ന് നിർത്താമെന്ന് കരുതിക്കോളൂ. എങ്കിൽ കൂടെ എങ്ങനെയാണ്? എങ്കിൽ കൂടെ ഈ രണ്ട് വിഭാഗത്തിന് നിർത്താൻ പറ്റില്ല. അപ്പോൾ എന്താണ് സംഭവം? 60 വോട്ട് 65 അല്ല പിന്നെ 74-75 വോട്ടെങ്കിലും മിനിമം കിട്ടാനുള്ള ഒരു സംവിധാനം ഈ പാർട്ടി ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അത്ര ഈസി ആയിട്ട് ഈ സംവിധാനം അതിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പോയിട്ട് പറയുന്ന എന്താണ്, നിങ്ങൾ തമ്മിൽ ഒത്തൊരുമ വേണം എന്നുള്ള ഒന്നാമത്തെ കാര്യമാണല്ലോ. ആ ഒത്തൊരുമ എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് ഒന്നിനെയും പറയാൻ തുടങ്ങിയില്ല. എത്രയോ നാളുകളായി പോയി KC വേണുഗോപാലിനോട് പറഞ്ഞിട്ട് നടക്കാത്ത, പ്രിയങ്ക ഗാന്ധിനും രാഹുൽ ഗാന്ധിയോടും പോയി പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ഇവിടെ പോയി ദീപാദാസ് മുൻഷിയോട് പോയി പറഞ്ഞാൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എന്താണ് ഇന്ന് നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണെന്നറിയോ, ചെറിയ കക്ഷികൾ ചെന്നിട്ട് സമയം എടുത്തിട്ട് പറഞ്ഞു എനിക്ക് 3 സീറ്റ് വേണം. അവർക്കതേ പറയാനുള്ളൂ. അവരുടെ കയ്യിൽ 1 സീറ്റേ ഉള്ളൂ, 2 സീറ്റേ ഉള്ളൂ, അവർ 3 സീറ്റ് കിട്ടാൻ വേണ്ടി നോക്കും. ഇപ്പോൾ RSP അവർക്ക് കൊല്ലം സീറ്റ് വേണമെന്ന് പറയും. കാരണം എന്താ? അവർക്ക് അവിടെ ജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ CMB അവർക്ക് തിരുവനന്തപുരം സീറ്റ് പറയും. അതിനേക്കാളും അപ്പുറം കേരളത്തിലെ രാഷ്ട്രീയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തില്ല. അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നില്ല എന്ത് ചെയ്യണമായിരുന്നു? ഇവരെല്ലാം ഇൻഡിവിജ്വലായി വിളിച്ചതിന് ശേഷം എല്ലാവരെയും കൂട്ടിയിരുത്തി ഒരു ചർച്ച നടത്തണ്ടായിരുന്നോ? എന്നിട്ട് ഈ കേരളത്തിലെ ഈ പറയുന്ന സംവിധാനത്തെ എങ്ങനെ UDF ഒറ്റക്കെട്ടായി സമരം നടത്തുമെന്ന് ദീപാദാസ് മുൻഷി സംസാരിക്കേണ്ടായിരുന്നോ? അങ്ങനെ ഒരു സംസാരം നടന്നില്ലല്ലോ. അതിനെന്താ കാര്യം? ഇൻഡിവിജ്വലായി കേട്ടിട്ട് എല്ലാവരും പറഞ്ഞു വിട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ചെറിയ പാർട്ടികൾ സീറ്റിലേക്ക് മാത്രം ഒതുങ്ങുകയും വലിയ പാർട്ടിയായ ലീഗ് ഞാൻ ഇന്ന് ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് സംസാരിച്ചു. അപ്പോൾ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 10-18 സീറ്റ് ഞങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് UDF ഉണ്ടെങ്കിലും UDF ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് എന്താണ്, UDF നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾ UDF-ൻ്റെ കൂടെ മത്സരിക്കും. UDF നല്ല രീതിയിൽ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും. ഞങ്ങൾക്ക് എന്താണ് 18 സീറ്റെങ്കിലും ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഞങ്ങൾക്ക് തൻ്റെ അടുത്തോടു കൂടി പറയാലോ ഞങ്ങൾ ഒറ്റയ്ക്ക് നേടിയെടുത്ത സീറ്റാണെന്ന്. ഇപ്പം എന്താണ്, ഇവരുടെ കൂടെ കൂടുകയും വേണം, ഈ പേരുദോഷം കേൾക്കുകയും വേണം, ഞങ്ങൾക്കൊണ്ട് വിജയത്തിലെത്താനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ആശങ്കയാകുന്നു എന്ന്. ആശങ്കയ്ക്കുള്ള വഴി കൂടെ തുറന്നു എന്നുള്ളതാണ്. ഒരിടവേള കൂടി വേണം. ആശങ്കയാകുന്നു എന്നായിരുന്നു ചോദ്യം. 2 പേർ യെസ്, 2 പേർ നോ. Meet the editors.